2009 ജൂൺ 18 കർണാടകയിലെ ഹസനിലെ കർണാടക RTC ബസ് സ്റ്റാൻഡിലെ ലേഡീസ് ബാത്റൂമിന് പുറത്ത് പെട്ടെന്നൊരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. കാരണം ആ ബാത്റൂമിൻ്റെ വാതിൽ മണിക്കൂറുകളായി അകത്തു നിന്നും പൂട്ടിയിരുന്നു. പലതവണ ആളുകൾ മുട്ടിയിട്ടും വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ അകത്തു നിന്ന് ആരെങ്കിലും പ്രതികരിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏറെ നേരമായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അവിടെ കൂടിയ ജനക്കൂട്ടം ആ ബാത്റൂമിൻ്റെ വാതിൽ തകർത്തു. അതോടെ അകത്തെ കാഴ്ച കണ്ട ആ ജനക്കൂട്ടത്തിലെ എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ തറയിലൊരു മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു. അവിടെ കൂടിയ ജനക്കൂട്ടത്തിൽ ദുഃഖപൂരിതമായ ഒരു നിശബ്ദത പടർന്നു. കുറച്ച് സമയത്തിനു ശേഷം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ഏറെ അന്വേഷിച്ചിട്ടും പരിശോധിച്ചിട്ടും പോലീസിന് ആ മരണപ്പെട്ട യുവതിയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനായില്ല. മൃതദേഹം കണ്ടെടുക്കപ്പെട്ട സാഹചര്യം വിലയിരുത്തിയ പോലീസ് ഇതൊരു ആത്മഹത്യയാണെന്ന് കരുതി. എന്നാൽ ഈ കേസ് അവരുടെ ധാരണകൾക്കും അപ്പുറമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. ഹസൻ എന്ന ഈ പ്രദേശത്തെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ നിന്നും ഇത്തരത്തിൽ ഒരു മൃതദേഹം ലഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഹസനിൽ നിന്നും ഏതാണ്ട് 160 കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ട്വാളിൽ മറ്റൊരു സംഭവവികാസം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ 22 വയസ്സുള്ള അനിത മുള്ളിയ എന്ന യുവതിയെ കാണാതായതിനെ തുടർന്നുള്ള വലിയ കോലാഹലങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ബണ്ട്വാള എന്ന ഗ്രാമം നേരത്തെ തന്നെ വർഗീയ കലാപങ്ങളുടെ പിടിയിലായിരുന്നു. ഇതിനിടയിൽ അനിത മുള്ളിയ എന്ന യുവതിയെ കാണാതായതിനു പിന്നിൽ ലവ് ജിഹാദാണെന്നും ഒരു മുസ്ലിം യുവാവ് അനിതയെ പ്രേമിച്ച് കടത്തിക്കൊണ്ടുപോയതാണെന്നുമുള്ള ഒരു കിംവദന്തി ആരോ പരത്തിവിട്ടു. ഇതേ തുടർന്ന് തീവ്ര ഹിന്ദു സംഘടനകൾ ജില്ലയിലുടനീളം അതിശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അതൊരു വർഗീയ രീതിയിലേക്ക് മാറിയിരുന്നു. ആയതിനാൽ തന്നെ ബണ്ട്വാളയിലെ പോലീസിന് ഇതൊരു തലവേദനയായി മാറി. കാണാതായ അനിതയെ എങ്ങനെയും കണ്ടുപിടിച്ച് ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ ബണ്ട്വാള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെ ഇരിക്കുന്ന അതേ സമയത്താണ് 160 കിലോമീറ്റർ അകലെയുള്ള ഹസനിലെ കർണാടക RTC ബസ് സ്റ്റാൻഡിലെ വാഷ്റൂമിൽ തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടതായി ബണ്ട്വാള പോലീസിന് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ ബണ്ട്വാളയിലെ പോലീസുകാർ ഹസനിലെ പോലീസുമായി ബന്ധപ്പെടുകയും ബണ്ട്വാളയിലെ പോലീസ് സംഘം തിരിച്ചറിയലിനായി ഹസനിലേക്ക് തിരിക്കുകയും ചെയ്തു. ബോഡി പരിശോധിച്ച ബണ്ട്വാൾ പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചു. തങ്ങൾ ഭ്രാന്തമായി തിരഞ്ഞുകൊണ്ടിരുന്ന അതേ 22 വയസ്സുള്ള അനിതയുടെ മൃതദേഹമാണിത്. തുടർന്ന് പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അങ്ങനെയിരിക്കെ അനിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു. അതിൽ സൈനൈഡ് വിഷബാധയാണ് മരണകാരണമെന്ന് കണ്ടെത്തി. കേസ് തെളിഞ്ഞുവെന്നും അനിത വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നും ബണ്ട്വാൾ പോലീസ് വിശ്വസിച്ച് അത് ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് എഴുതി. എന്നാൽ അത് അംഗീകരിക്കുവാൻ അനിതയുടെ കുടുംബം തയ്യാറായില്ല. ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ 160 കിലോമീറ്റർ അകലെ പോയി വിവാഹ വേഷത്തിൽ ഒരു പൊതു ടോയ്ലറ്റിൽ വച്ച് എന്തിനത് ചെയ്യണം എന്നായിരുന്നു അനിതയുടെ കുടുംബത്തിൻ്റെ പ്രധാന ചോദ്യം. ആ ചോദ്യത്തിന് കഴമ്പുണ്ടെന്ന് പോലീസിനും ബോധ്യമായി. ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ എന്തിന് വിവാഹവേഷത്തിൽ 160 കിലോമീറ്റർ അകലെയുള്ള ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് വരെ പോകണം? പോലീസിനെ ആകെ കുഴപ്പിച്ചു. പോലീസ് കേസന്വേഷണം തുടർന്നു. 4 മാസമായിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിക്കാതെ വന്നപ്പോൾ പൊതുജനങ്ങളുടെ സമ്മർദ്ദം കാരണം ഇൻസ്പെക്ടർ K. നാഞ്ചുഡെ ഗൗഡയ്ക്ക് കേസ് ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ആദ്യം അനിതയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു. കോൾ വിശദാംശങ്ങളിൽ ഒരു നമ്പർ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടു. ആ നമ്പറിൽ നിന്ന് അനിതയ്ക്ക് മണിക്കൂറുകളോളം കോള് വന്നിരിക്കുന്നു. ഈ നമ്പർ അനിതയുടെ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയുള്ള മടിക്കേരിയിൽ താമസിക്കുന്ന കാവേരി എന്ന യുവതിയുടേതാണെന്ന് കണ്ടെത്തി. എന്നാൽ ആ കാവേരിയെ മാസങ്ങളായി കാണാനില്ലെന്നറിഞ്ഞപ്പോൾ പോലീസ് ഞെട്ടി. തുടർന്ന് പോലീസ് കാവേരിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അവൾക്ക് വന്ന ഫോൺ കോളുകളിൽ നിന്ന് പുത്തൂർ സ്വദേശിനി വിനൂതയെയും കാസർഗോഡ് സ്വദേശിനി പുഷ്പയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ അവരെ അന്വേഷിച്ച് ചെന്നപ്പോഴും വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആ 2 പെൺകുട്ടികളെയും കുറച്ചു കാലമായി കാണാനില്ല എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്.
ഇങ്ങനെ പോലീസിന് ഒരു പാറ്റേൺ ലഭിച്ചു. പരസ്പരം വിളിച്ചതായി കണ്ടെത്തിയ ഏകദേശം 20 മൊബൈൽ നമ്പറുകൾ പോലീസിന് ലഭിച്ചു. ഈ നമ്പറുകളുടെ ഉടമകളെല്ലാം പെൺകുട്ടികളായിരുന്നു. ആ 20 പെൺകുട്ടികളും മിസ്സിംഗ് ആണ്. അങ്ങനെ ഇരിക്കെയാണ് പോലീസിന് ഒരു വലിയ വഴിത്തിരിവ് ലഭിക്കുന്നത്. കാണാതായ 20 പെൺകുട്ടികളുടെയും സിം കാർഡുകൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളുടെ IMEI നമ്പർ ഒന്നായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതായത് പെൺകുട്ടികളുടെ കാണാതാകലിനും അവരുടെ സിം കാർഡുകൾ ഒരേ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒരാൾ തന്നെയാണെന്ന് വ്യക്തം. പോലീസ് IMEI നമ്പറിൻ്റെ സഹായത്തോടെ ആ ഫോണിൻ്റെ ഉടമയെ കണ്ടെത്താൻ ശ്രമിച്ചു. ആ ഫോണിൻ്റെ ഉടമസ്ഥൻ കർണാടകയിലെ മംഗളൂരിലെ ഡെർലക്കോട്ട എന്ന വിദൂര ഗ്രാമത്തിലെ പുരുഷ എന്ന മധ്യവയസ്കനാണെന്ന് കണ്ടെത്തി. അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ആ മൊബൈൽ ഫോണിൻ്റെ ഉടമയായ പുരുഷയെ തേടിയെത്തി. അദ്ദേഹം പോലീസിനോട് പറഞ്ഞു, ആ മൊബൈൽ ഫോൺ എൻ്റേത് തന്നെയാണ്, അത് ഞാൻ വളരെ കാലം മുമ്പ് വാങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ ആ മൊബൈൽ ഫോൺ താനല്ല ഉപയോഗിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് അത് തൻ്റെ അനന്തരവന് നൽകിയെന്നും അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അധ്യാപകനാണെന്നും പേര് മോഹൻകുമാർ ആണെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പോലീസ് മോഹൻകുമാറിൻ്റെ പേര് ഈ കേസുമായി ലിങ്ക് ചെയ്തു. ആരായിരുന്നു ആ മോഹൻകുമാർ? കാണാതായ ആ 20 യുവതികളുടെയും തിരോധാനത്തിന് പിന്നിൽ മോഹൻകുമാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ആ നിഗൂഢതയിലേക്കായിരുന്നു പോലീസിൻ്റെ തുടർന്നുള്ള അന്വേഷണം. ആ അന്വേഷണം സംശയാസ്പദമായി ചെന്ന് നിന്നത് യഥാർത്ഥ വില്ലനായ മോഹൻകുമാറിലേക്ക് തന്നെയാണ്. പോലീസ് മോഹൻകുമാറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ രഹസ്യമായി ശേഖരിച്ചു. 1963 ഏപ്രിൽ 6 ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാന എന്ന ഗ്രാമത്തിൽ ഒരു പട്ടികജാതി കുടുംബത്തിലാണ് മോഹൻകുമാർ ജനിച്ചത്. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ദരിദ്ര ജീവിത സാഹചര്യമായിരുന്നുവെങ്കിലും അവർ പഠനത്തിൽ മിടുക്കരായിരുന്നു. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ മോഹൻകുമാർ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഉപ്പിനങ്ങാടി ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ നിന്നും BA ഡിഗ്രി സ്വന്തമാക്കി. ആദ്യം മുതലേ മോഹൻകുമാർ വളരെ ശാന്തനും ഒതുങ്ങിയ സ്വഭാവക്കാരനുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മോഹൻകുമാറിന് കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. അതിനുശേഷം മോഹൻകുമാറിൻ്റെ ആദ്യ വിവാഹം മേരി എന്ന ഒരു വിദ്യാർത്ഥിനിയുമായിട്ടായിരുന്നു. എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹം മഞ്ജുള എന്നൊരു യുവതിയുമായിട്ടായിരുന്നു. ആ ബന്ധത്തിൽ 2 ആൺകുട്ടികളും ഉണ്ടായി. എന്നിട്ടും മോഹൻകുമാർ തൃപ്തനായിരുന്നില്ല. അദ്ദേഹം ശ്രീദേവി എന്ന മറ്റൊരു സ്ത്രീയെ കൂടി രഹസ്യമായി വിവാഹം കഴിച്ചു. എന്നിട്ട് ആ 2 ഭാര്യമാരോടൊപ്പം കഴിയാൻ അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. മോഹൻകുമാറിനെ കുറിച്ചുള്ള ഇത്രയും വിവരങ്ങൾ പോലീസിന് രഹസ്യമായി ശേഖരിക്കാൻ കഴിഞ്ഞുവെങ്കിലും പോലീസുകാരുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ അവശേഷിച്ചു. മിസ്സിംഗ് ആയ 20 യുവതികളുടെ സിം കാർഡുകളും മോഹൻകുമാർ ഉപയോഗിക്കുന്ന ഫോണുമായി എന്താണ് ബന്ധം? ആ മിസ്സിംഗ് ആയ യുവതികൾക്ക് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മോഹൻകുമാറിന് മാത്രമേ നൽകാനാവൂ. അങ്ങനെ പോലീസ് മോഹൻകുമാറിനെ പിടികൂടാനായി ഒരു പദ്ധതി തയ്യാറാക്കി. ആ 20 യുവതികളുടെയും മിസ്സിങ്ങിന് കാരണക്കാരൻ മോഹൻകുമാർ ആണെങ്കിൽ അവൻ തീർച്ചയായിട്ടും അതേ പ്രവൃത്തി വീണ്ടും തുടരും. അങ്ങനെ പോലീസ് മോഹൻകുമാറിൻ്റെ ഫോണിൻ്റെ IMEI നമ്പർ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ഫോൺ കോളുകൾ ആർക്കൊക്കെ ഏതൊക്കെ സമയം പോകുന്നുണ്ടെന്ന്, ആ നമ്പറുകൾ ഏതൊക്കെയാണെന്നും പോലീസ് ട്രേസ് ചെയ്ത് കണ്ടെത്താൻ തുടങ്ങി. അതിൽ നിന്നും മോഹൻകുമാറിൻ്റെ അടുത്ത ഇര 45 വയസ്സുള്ള സുമിത്ര എന്ന വിധവയാണെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ ആ സുമിത്രയുടെ വീട്ടിലെത്തുന്നു. പോലീസ് സുമിത്രയെ മോഹൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അവൾ ഉടൻ തന്നെ അവനെ തിരിച്ചറിഞ്ഞു. അവൾ പോലീസിനോട് പറഞ്ഞു, ഇയാളെ അറിയാം, ഇയാളുടെ പേര് സുധാകർ. അപ്പോൾ തന്നെ പോലീസിന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. പോലീസ് സുമിത്രയോട് പറഞ്ഞു, ഇയാൾ സുധാകർ അല്ല, മോഹൻകുമാറാണ്. മോഹൻകുമാറിനെ പോലീസ് കെണിയിൽ കൊടുക്കുന്നതിനായി പോലീസ് സുമിത്രയെ കൊണ്ട് അവളുടെ ഫോണിൽ നിന്ന് തന്നെ മോഹൻകുമാറിനെ വിളിപ്പിക്കുകയും അത്യാവശ്യമായി കാണണമെന്നും ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാമെന്നും പറയുന്നു. ഇത് പോലീസിൻ്റെ ഒരു കെണിയാണെന്നറിയാതെ മോഹൻകുമാർ സുമിത്രയെ കാണുന്നതിനായി ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ പോലീസ് നേരത്തെ തന്നെ സജ്ജരായിരുന്നു. മോഹൻകുമാർ എത്തിയ ഉടനെ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ അയാളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. പോലീസിൻ്റെ കർക്കശമായ ചോദ്യം ചെയ്യലിൽ
20ലധികം യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി താൻ കബളിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് മോഹൻകുമാർ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിന് മോഹൻകുമാറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. മോഹൻകുമാർ ഇതാദ്യമായിട്ടല്ല പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നത്. മോഹൻകുമാർ അപകടകരമായ തൻ്റെ കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നത് 2000-ലാണ്. അപ്പോഴേക്കും 3 വിവാഹങ്ങൾ കഴിഞ്ഞിരുന്നിട്ടും അവൻ തൃപ്തനായിരുന്നില്ല. രത്ന എന്ന സ്ത്രീയിൽ അവൻ്റെ മനസ്സുടക്കി. അവൾക്ക് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ രത്ന എന്ന ആ സ്ത്രീ അതിന് വഴങ്ങിയില്ല. അവൾ മോഹൻകുമാറിൻ്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു. ഇതിൽ അത്യന്തം ഈഗോ തോന്നിയ മോഹൻകുമാർ രത്നയെ നേത്രാവതി പാലത്തിൽ നിന്നും ഒഴുകുന്ന നദിയിലേക്ക് തള്ളിയിട്ടു. ഈ സമയത്ത് ആ നദിയിൽ നീന്തി കുളിക്കുകയായിരുന്ന ചിലർ ചേർന്ന് ആ യുവതിയെ രക്ഷിച്ചു. ഈ സംഭവം കേസായതോടെ മോഹൻകുമാറിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും കൊലപാതക ശ്രമത്തിന് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു. അവിടെ ജയിലിൽ വെച്ച് ഗുരുപ്രസാദ് ആചാര്യ എന്ന സ്വർണ്ണ പണിക്കാരനെ മോഹൻ പരിചയപ്പെട്ടു. അയാളിൽ നിന്ന് സ്വർണം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മാരകവും അപകടകരവുമായ സയനൈഡ് എന്ന വിഷത്തെക്കുറിച്ച് മോഹൻകുമാർ അറിയുന്നു. വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ള സയനൈഡ് എന്ന ആ വിഷത്തെക്കുറിച്ചുള്ള അറിവുകൾ മോഹൻകുമാറിൻ്റെ ക്രിമിനൽ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ മോഹൻകുമാറിന് സ്ത്രീകളോടുള്ള ആസക്തിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ദുഷ്ടലാക്കോടെ സ്ത്രീകളിലേക്കായിരുന്നു അവൻ്റെ കണ്ണുകൾ. അവൻ എപ്പോഴും സ്ത്രീകളെ വളച്ച് തൻ്റെ വരുതിയിലാക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു. 2003-ൽ മംഗളൂരിൽ ഗംഗാമ എന്ന പേരുള്ള ഒരു സ്ത്രീയെ മോഹൻകുമാർ അവൻ്റെ പ്രണയക്കെണിയിൽ കുടുക്കി. അയാൾ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ അവൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ അവളുടെ ആഭരണങ്ങളിൽ അവൻ നോട്ടമിടുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോഹൻകുമാർ ഗംഗാമയെ കൂട്ടി ഒരു പാർക്കിലേക്ക് പോയി. അവിടെ വച്ച് മോഹൻകുമാർ അവൾക്ക് ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന ഉറക്ക ഗുളിക നൽകി. ഇപ്പോൾ തന്നെ കഴിക്കണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഉറക്ക ഗുളിക കഴിച്ച ഗംഗാമ ഉറങ്ങിപ്പോയി. ഈ തക്കത്തിന് ഗംഗാമ്മയുടെ വിലപിടിപ്പുള്ള ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ കരസ്ഥമാക്കി മോഹൻകുമാർ അവിടെ നിന്നും കടന്നിരുന്നു. എന്നാൽ ഒരു 3 മാസങ്ങൾക്കു ശേഷം ഒരു സ്ട്രീറ്റിലൂടെ മോഹൻകുമാർ നടന്നു പോകുന്നത് ഗംഗാമ്മ കാണുന്നു. ഉടൻ തന്നെ ഗംഗാമ്മ മോഹൻകുമാറിനെ തടഞ്ഞു നിർത്തുകയും കാലിൽ കടന്ന ചെരുപ്പൂരി അദ്ദേഹത്തെ അടിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ വച്ച് ഗംഗാമ്മയുടെ ആഭരണങ്ങൾ 15 ദിവസത്തിനകം തന്നെ തിരികെ നൽകാമെന്ന പ്രോമിസിന്മേൽ ആ കേസ് അവിടെ ഒത്തുതീർപ്പായി. അങ്ങനെ ആ കേസിൽ മോഹൻകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തില്ല. എന്നാൽ ഇരയെ ജീവനോടെ വിടുന്നത് കൊണ്ടാണ് താൻ പിടിക്കപ്പെടുന്നത് എന്ന തരത്തിൽ ചിന്തിച്ച മോഹൻകുമാർ തൻ്റെ അടുത്ത ക്രിമിനൽ ശ്രമങ്ങളിൽ കൊലപാതകത്തിൻ്റെ പാത സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അതിനായുള്ള പോംവഴികൾ ചിന്തിക്കുമ്പോഴാണ് താൻ മുമ്പ് ജയിലിൽ കിടന്നപ്പോൾ സഹതടവുകാരനായ സ്വർണ്ണപ്പണിക്കാരൻ ഗുരുപ്രസാദ് ആചാര്യ പറഞ്ഞു തന്ന മാരക വിഷമായ സയനൈഡിനെ കുറിച്ച് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ സയനൈഡ് തൻ്റെ ആയുധമാക്കാൻ തന്നെ മോഹൻകുമാർ തീരുമാനിക്കുന്നു. അതിനായി 2004 മെയ് മാസത്തിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേന അയാൾ സയനൈഡ് വാങ്ങി വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ചു. അതിനുശേഷം ബംഗളൂരിലെ വനിത എന്ന സ്ത്രീയെ അവൻ തൻ്റെ അടുത്ത ഇരയാക്കി. വിവാഹ വാഗ്ദാനം നൽകി വശത്താക്കി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് സയനൈഡ് നൽകി അവളെ കൊലപ്പെടുത്തി. അവളുടെ ആഭരണങ്ങൾ കൊള്ളയടിച്ച് അടുത്ത ഇരയെ തേടിപ്പോയി. ഇത്തരത്തിൽ സയനൈഡ് ഉപയോഗിച്ച് ഒരാളെ കൊല്ലാൻ എത്ര എളുപ്പമാണെന്ന് ആദ്യ കൊലപാതകത്തോടെ തന്നെ മനസ്സിലാക്കിയ മോഹൻകുമാർ സയനൈഡിൻ്റെ പിൻബലത്തിൽ ഭയമില്ലാത്ത ഒരു സൈക്കോ കില്ലറായി മാറാൻ തുടങ്ങിയിരുന്നു. അവൻ പിന്നെ ഇരകളെ വേട്ടയാടുന്ന രീതി വളരെ ആസൂത്രിതമായിരുന്നു. വിധവകളും സ്ത്രീധനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം വിവാഹം നടക്കാത്തതുമായ യുവതികളെയായിരുന്നു മോഹൻകുമാർ തൻ്റെ ഇരകളാക്കാൻ തിരഞ്ഞെടുത്തിരുന്നത്. കാരണം അത്തരക്കാർ വേഗം അവൻ്റെ കെണിയിൽ വീഴുമായിരുന്നു. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും സ്ത്രീധനത്തിന് എതിരാണെന്നും പറഞ്ഞ് അവർ യുവതികളുടെ സൗഹാർദ്ദവും വിശ്വാസവും നേടിയെടുക്കുമായിരുന്നു. സുധാകർ എന്ന വ്യാജ പേരിലായിരുന്നു മോഹൻകുമാർ യുവതികളുമായി സൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നത്. യുവതികളുമായി സംസാരിക്കുന്നതിനിടയിൽ ആ യുവതികളുടെ ജാതി പേര് ചോദിച്ചറിഞ്ഞ് താനും അതേ ജാതിയിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞ് ബന്ധം സ്ഥാപിക്കുകയും വീട്ടുകാരുടെ സമ്മതത്തിന് നിൽക്കാതെ ഒളിച്ചോടി വിവാഹം കഴിക്കാമെന്നും
അതിനായി വീട്ടിൽ നിന്നും മാക്സിമം പണവും ആഭരണങ്ങളുമായി വരാൻ പ്രേരിപ്പിച്ച് യുവതികളെ തൻ്റെ കെണിയിലാക്കുകയും പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് മോഹൻകുമാറിനൊപ്പം ഇറങ്ങി വരുന്ന യുവതികളെ അവരുടെ വീട്ടിൽ നിന്നും 100-200 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു നഗരത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. തുടർന്ന് അവിടെ എവിടെയെങ്കിലും അനുയോജ്യമായ ഒരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ തങ്ങുകയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അടുത്തുള്ള അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ അവൻ അവളോട് പറയുമായിരുന്നു, പരിചയമില്ലാത്ത നഗരമായതിനാൽ ആഭരണങ്ങൾ അണിഞ്ഞ് പുറത്തിറങ്ങുന്നത് അത്ര സുരക്ഷിതമല്ല. ആയതിനാൽ ആ ആഭരണങ്ങൾ റൂമിൽ വച്ച ശേഷം വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ധരിക്കാമെന്ന് പറയും. അങ്ങനെ അവളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും ആ റൂമിൽ വയ്പ്പിച്ച ശേഷം കല്യാണം കഴിക്കാൻ അമ്പലത്തിൽ പോകാൻ തയ്യാറാകും. പുതിയൊരു കുടുംബജീവിതം സ്വപ്നം കാണുന്ന യുവതി നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങും. അതിനുശേഷം അവൻ അവളെയും കൂട്ടി അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ അത് ആ സ്ത്രീയുടെ മരണസ്ഥലമായിരിക്കും. ബസ്സിൽ കയറാൻ കാത്തു നിൽക്കുന്നത് പോലെ നിന്ന ശേഷം മോഹൻകുമാർ അവളോട് പറയും, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ഗർഭനിരോധന ഗുളികയാണെന്ന പേരിൽ ഒരു ഗുളിക നൽകും. ഈ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കാനമോ ഛർദിയോ തോന്നിയേക്കാം. അതിനാൽ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിൽ പോയി ആ ഗുളിക കഴിക്കാൻ അവൻ അവളോട് ആവശ്യപ്പെടും. മോഹൻകുമാറിൻ്റെ വലയിൽ വീഴുന്ന സ്ത്രീകൾ അവനെ വിശ്വസിച്ച് ബാത്റൂമിൽ പോയി ആ ഗുളിക കഴിക്കും. എന്നാൽ ആ ഗുളികകൾ യഥാർത്ഥത്തിൽ സയനൈഡ് വിഷം നിറച്ചവയായിരുന്നു. സ്ത്രീ ടോയ്ലറ്റിനുള്ളിൽ പോയി ആ ഗുളിക കഴിക്കുമ്പോൾ തന്നെ അവൾ ശക്തമായി ഛർദ്ദിക്കുകയും ഉടൻ തന്നെ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യും. അവൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതുവരെ മോഹൻകുമാർ ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. അതിനുശേഷം അവൻ വേഗം ഹോട്ടൽ മുറിയിലേക്ക് തിരികെ പോയി അവളുടെ ആഭരണങ്ങളും മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടും. തുടർന്ന് ഇതുപോലെ ഏതെങ്കിലും യുവതിയെ കണ്ടെത്തി അവൻ്റെ ഇരയാക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുന്നതിനായി അവൻ നൽകിയിരുന്ന നമ്പർ അവൻ കൊലപ്പെടുത്തിയ യുവതിയുടെ സിം നമ്പർ ആയിരിക്കും. ഈ സിം കാർഡുകൾ സ്വന്തം ഫോണിലിട്ടായിരുന്നു അടുത്ത് ഇരയാകാൻ പോകുന്ന യുവതികളുമായി സംസാരിച്ചിരുന്നത്. ഇത്തരത്തിൽ വലയിലാകപ്പെടുന്ന സ്ത്രീകളെ മോഹൻകുമാർ വീട്ടിൽ നിന്നും വളരെ ദൂരേക്ക് കൊണ്ടുപോയായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത്. ആയതിനാൽ തന്നെ ആ പ്രദേശത്തെ പോലീസ് മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അതൊരു ആത്മഹത്യയായിട്ടായിരുന്നു പോലീസ് വിലയിരുത്തിയിരുന്നത്. മാത്രമല്ല, ബോഡി കിട്ടുന്ന പ്രദേശത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാലും ഈ യുവതികളുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ കഴിയാത്തതിനാലും കാരണം അജ്ഞാത ബോഡി എന്ന തരത്തിൽ ദഹിപ്പിച്ചിരുന്നു. ഈ രീതിയിൽ പോലീസിന് 4-5 വർഷത്തിനിടെ വ്യത്യസ്ത നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ ശുചിമുറി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും 20-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. ഇതൊന്നും വലിയ വാർത്ത ആകാത്തതിനാലും വിദൂര ബന്ധുക്കൾ ഇത്തരം സംഭവങ്ങൾ അറിയാത്തതിനാലും ആരും തിരിച്ചറിയാൻ എത്താതെ അത്തരം ബോഡികൾ അജ്ഞാത ബോഡികളായി മാറിയിരുന്നു. എന്നാൽ അവസാനമായി 2009 ജൂൺ 18 ഹസനിലെ കർണാടക RTC സ്റ്റാൻഡിലെ ലേഡീസ് ബാത്റൂമിൽ നിന്ന് നവവധുവിൻ്റെ വേഷത്തിൽ കണ്ടെത്തിയ അനിതയുടെ മൃതദേഹം പോലീസ് തിരിച്ചറിയുകയും അതിൽ നിന്നും തുടങ്ങിയ അന്വേഷണം 20-ലധികം യുവതികളുടെ കൊലപാതകത്തിനു പിന്നിൽ മോഹൻകുമാറാണെന്ന തെളിവുകളോടെ പോലീസ് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ അറസ്റ്റിന് ശേഷം മോഹൻകുമാറിൻ്റെ മൂന്നാമത്തെ ഭാര്യയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ആ വീട്ടിൽ നിന്നും വലിയ അളവിൽ സൈനൈഡ് പൊടി, വ്യാജ സർക്കാർ സീലുകൾ, കൊല്ലപ്പെട്ടവരുടെ ആഭരണങ്ങൾ പണയം വച്ചതിൻ്റെ രസീതുകൾ എന്നിവയെല്ലാം കണ്ടെത്തി. മോഹൻകുമാറിൻ്റെ ഭീകരകൃത്യങ്ങൾ പത്രങ്ങളിൽ വലിയ വാർത്തകളാവുകയും രാജ്യം മുഴുവൻ അറിയുകയും ചെയ്തപ്പോൾ അവന് പുതിയ പേരും ലഭിച്ചു, സൈനൈഡ് മോഹൻ. നിരവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി അവൻ സമ്മതിച്ചു. അതിനെ തുടർന്ന് കേസ് CIDക്ക്, അതായത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. തുടർന്ന് മോഹൻകുമാറിനെയും കൊണ്ട് കുടകിലും മൈസൂരിലും ബാംഗ്ലൂരിലും ഹസനിലും തുടർന്ന് കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മോഹൻകുമാറിനെതിരെയുള്ള ഈ കേസിൽ സെക്ഷൻ കോടതി വിചാരണ ആരംഭിച്ചപ്പോൾ അവൻ ഗവൺമെൻറ് വക്കീലിനെ പോലും വയ്ക്കാതെ തൻ്റെ കേസ് സ്വയം വാദിക്കുകയും കുറ്റങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. മാത്രമല്ല, മോഹൻകുമാർ കോടതിയിൽ പറഞ്ഞ രസകരമായ മൊഴി എന്തെന്ന് വെച്ചാൽ,
ആ കൊല്ലപ്പെട്ട യുവതികൾ താൻ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവതികൾ സൈനൈഡ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നായിരുന്നു. ചാർജ് ഷീറ്റിൽ 25 കൊലപാതകങ്ങളിൽ മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. 46 സാക്ഷികൾ, 89 ഡോക്യുമെൻ്റ് തെളിവുകൾ, 31 സ്ഥലങ്ങളിലെ പരിശോധനാ തെളിവുകൾ എന്നിവയെല്ലാം പരിശോധിച്ച കോടതി 20 കൊലപാതക കേസുകളിൽ മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2013 അനിതയുടെ കൊലപാതകത്തിന് അവനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. 2017 ഹൈക്കോടതി മോഹൻകുമാറിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. പിന്നീട് മറ്റ് നിരവധി സ്ത്രീകളുടെ കൊലപാതക കേസുകളിലും മോഹൻകുമാറിന് വധശിക്ഷ ലഭിച്ചു. തുടർന്നുള്ള അപ്പീലുകളുടെ ഫലമായി മറ്റ് പല വധശിക്ഷകളും ജീവപര്യന്തമായി മാറ്റപ്പെട്ടു. എന്നിരുന്നാലും പല കേസുകളുടെ വധശിക്ഷകൾ നിലനിൽക്കുന്നുമുണ്ട്. പല കേസുകളും ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുമാണ്. സൈനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ ഇന്നും ഹിൻഡാൽഗ ജയിലിൽ കഴിയുകയാണ്. നിയമപുസ്തകങ്ങൾ വായിച്ച് തൻ്റെ ശിക്ഷ കുറയ്ക്കാനുള്ള വഴികൾ തേടിക്കൊണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അറിവ് നിറഞ്ഞതും കൗതുകമുണർത്തുന്നതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.